എനിക്ക് സ്വർഗം കിട്ടിയ പോലായിരുന്നു വർഷങ്ങൾക്ക് ശേഷം വീട്ടിലെ ചാമ്പയിൽ നിറയെ ചാമ്പയ്ക്ക കിളിച്ചപ്പോൾ. കഴിഞ്ഞ വർഷം വരെ അയലോക്കത്തെ വീട്ടിലെ ചാമ്പയിൽ ചാമ്പയ്ക്ക ആയിട്ടുണ്ടോ നോക്കിയിരുന്ന് ഈ പ്രാവശ്യം എൻ്റെ സ്വന്തം വീട്ടിലെ ചാമ്പയിൽ നിറയെ ചാമ്പയ്ക്ക. അധികം കളറില്ലെങ്കിലും എൻ്റെ കൊതി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ചാമ്പയ്ക്കയൊക്കെ ഈ ചാമ്പ തന്നിട്ടുണ്ട്. പിന്നെ വേറെ ഒരാളൂടെ ഉണ്ട്, എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്നതുകൊണ്ട് അധികം ഡിമാൻഡൊന്നുമില്ല, ലവ്ലോലിക്ക. പിന്നെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വന്ന വിഷമമാതിരി. പ്രാവശ്യത്തെ ഡിമാൻഡുകാരൻ ചാമ്പയ്ക്ക എന്നാണ്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ചാമ്പയ്ക്ക രാവിലെ തന്നെ പോയി നന്നായിട്ട് ക്ലീൻ ചെയ്തു. പക്ഷെ എന്താ, കാന്താരിയില്ല. നല്ല ചൂടല്ലേ, അതുകൊണ്ട് കാന്താരി കുറവാണ്. അതുകൊണ്ട് ഞാനും എൻ്റെ ട്യൂഷൻ പിള്ളേരോടി അടുത്ത കാട്ടിലും വീട്ടിലും ഒക്കെ പോയി കുറച്ച് കാന്താരിയും കുറച്ച് ചെമ്പരത്തിപ്പൂവും കിട്ടി. ചെമ്പരത്തിപ്പൂ താളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാന്താരിയുടെ കൂടെ 2 പച്ചമുളകും ഒക്കെ ഇട്ട് ചൂടാറിയ വെള്ളത്തിലാക്കി നമ്മളുടെ ചാമ്പയ്ക്കയിലോട്ടിട്ടു. അങ്ങനെ സൂക്ഷിച്ച് വെച്ച്. ഇപ്പോഴെങ്കിലും തുറക്കരുതെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പക്ഷേ അടുക്കളയിൽ ഈ കുപ്പിക്കകത്തിലിരിക്കുന്ന ആളെ എന്നെ ഇങ്ങനെ മാടി വിളിക്കും. അതുകൊണ്ട് എൻ്റെ തന്നെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ഞാൻ ഒളിപ്പിച്ചൊക്കെ വെച്ചേക്കുക. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഷൂ 2 ദിവസം കഴിഞ്ഞ് അൺബോക്സ് ചെയ്യാനാണ് എൻ്റെ പ്ലാന്. പക്ഷേ ഈ ആൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല.